ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പാടത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. വീട്ടിന്റെ കുറച്ച് അടുത്ത് തന്നെയാണ്. അവിടേക്ക് പോവാറുണ്ട്. നമ്മളൊരു 3-4 പേരുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. അവിടെ പോയിട്ട് പരിപാടി എന്താണെന്ന് വെച്ചാൽ പരിപാടി നമുക്ക് ഇളനീരൊക്കെ അരിനീരൊക്കെ എടുത്ത് കുടിക്കാം. അന്നല്ല കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ കഴിച്ചിട്ട് വരാം. അപ്പൊ അവര് അതാ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിതാ ഇവിടെയാണ്. നമ്മൾ കുറച്ച് പോണം. വ്യൂ നോക്കടാ. അപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കണ്. നമ്മുടെ ഏട്ടന്മാരത് അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ വഴി ഇങ്ങനെ പോവാം. അപ്പൊ നമ്മൾ പാടം ഫുള്ള് ചളി നാറൊക്കെ പാകി എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. നല്ലൊരു വൈബായിട്ടുണ്ട് കാണാനും കാഴ്ചയും കാര്യങ്ങളൊക്കെ. ഗായ്സ്, ഈ കുളമൊക്കെ ഇത് കുളമില്ല, ഇതൊരു കിണറാണ്. ഞങ്ങള് ഫസ്റ്റ് ഒന്നും ഇങ്ങനെ ആയിരുന്നില്ല. നമ്മള് പണ്ട് കുളിക്കാൻ വന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്നാണ് എല്ലാവരും നീന്തൽ പഠിച്ചത്, ഇവിടുത്തെ എല്ലാ ഏട്ടന്മാരും. ഇപ്പൊ കുളത്തിന്റെ അവസ്ഥ മോശമാണ്. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കള് അത് അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് വ്യൂ. നമ്മളെ പതുക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. വൈബല്ലേ? വൈബാണ്. ഇവിടെ വൈകുന്നേരമായ പന്നികള് കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമ്മള് കുറച്ച് നേരത്തെ വരണം. ഇരുട്ടാണ് മുന്നില്ലേ, അല്ലെങ്കിൽ പന്നികളൊക്കെ ഉണ്ടാവും. ഇവിടെ കുറെ പാടുകളൊക്കെ ഉണ്ട്. പന്നിയൊക്കെ വന്നിട്ടുള്ള പാട് നോക്ക്. ഇവിടെയൊക്കെ പക്ഷെ കത്തിയിട്ടിട്ടുള്ളൂ. നമ്മുടെ സുഹൃത്തുക്കള് കയ്യില് കൊടുവാള് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതാ തക്കുടിന്റെ പാടം? ഇതാണ് തക്കുടിന്റെ പാടം. അപ്പൊ ഗായ്സ്, നമ്മുടെ കയ്യിലൊരു വടിയുണ്ട്. ഇത് വന്നിട്ട് മറ്റേ കമ്പി കൊണ്ടുണ്ടാക്കിയ ഒരു വടിയാണ്. ഇത് പാടത്തൊക്കെ വരുമ്പോ കൊണ്ടുവരും ഇവര്. കാരണം വല്ല പാമ്പോ പന്നികളൊക്കെ വന്ന് നമ്മൾ ആക്രമിക്കാനോ നീ വന്നാൽ രണ്ടെണ്ണം കൊടുക്കാൻ വേണ്ടിട്ട് ഇരുമ്പ് വടിയൊക്കെ ഉണ്ട്. ഇവനാദ്യം രണ്ടെണ്ണം കൊടുക്കണം ഗൈസ്. അതൊക്കെ എന്താണ് അവിടെ പാടത്തിനെ പറ്റി? പാടം തക്കുറിന്റെ ആയതുകൊണ്ട് നമുക്കൊന്നും പറയാനില്ല. ഇളനീരും തക്കുറിന്റെ നമ്മൾ കട്ടുപിടിക്കണം. അത്രേ ഉള്ളൂ. ഒരു വർഷം വല്ല ഇതൊക്കെ കിട്ടാറുണ്ട്. തേങ്ങ കാര്യങ്ങൾ ഇളനീര് കിട്ടും, കുറെ തേങ്ങയും കിട്ടാറുണ്ട്. തേങ്ങ ഇളനീരൊക്കെ കിട്ടാറുണ്ടെന്നാ പറയുന്നത്. ഇനി ഈ ആഴ്ചത്തെ എന്താവും അറിയില്ല. ഈ ആഴ്ച നമ്മൾ ഫുള്ളായി ഇടാണ്ട് പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്നത്. പാടം അവന്റെ ആണെന്നേ ഉള്ളൂ, പക്ഷെ എല്ലാം ഉപയോഗിക്കുന്നത് നമ്മളല്ലേ. ഇവിടെ ഇവന്റെ പാടമുണ്ട്. പിന്നെ ഇവനുള്ളത് കൊച്ചിയില് മറ്റേ എയർപോർട്ടിന്റെ അപ്പുറത്തുള്ള ഒരു പ്ലോട്ടാണ്. കൊടുക്കാൻ പ്ലാൻ ഇല്ല. നിഖിലിനാണെങ്കിലോ എനിക്ക് കോയമ്പത്തൂർ എയർപോർട്ടിന്റെ സൈഡിലുള്ള ഒരു പ്ലോട്ടാണ് എന്റെ. ഞങ്ങൾ രണ്ടാളും അത് കൊടുക്കാനുള്ള പ്ലാൻ ഇല്ല. ആരിന്റെക്ക് പാടമാണ് ഗായ്സ്. ഒരു തേങ്ങ കിട്ടിയിട്ടുണ്ട്. കടലയുണ്ട്, മിച്ചറുണ്ട്. വേറെ വല്ലതൊന്നുമില്ല, മിച്ചർ മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇളനീരും കിട്ടിയിട്ടുണ്ട്. ഈ വഴി കൂടെ പോയി കഴിഞ്ഞാൽ അവിടെ തേങ്ങ ഉണ്ടെങ്കിൽ എടുത്തോണ്ട് ഈ സൈഡ് കൊടുക്കാൻ ഇളനീര് അവിടെ ഇടും. ഇളനീര് തക്കുടുവിന്റെ പാടമാണ്. ഓക്കെ, അവിടെ ചേട്ടാ അല്ല തക്കുടിന്റെ കാച്ചിട്ടുണ്ടെന്ന് പറയണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ ഗൈസ്, നമ്മൾ അടുത്ത പാടം നോക്കി പോവാണ്. ഗൈസ്, ഇവിടെയൊക്കെ മീനുകളുണ്ടാവും. മീനുകൾ കയറും ഇറങ്ങുമൊക്കെ ചെയ്യുന്നതാണ്. ഇപ്പൊ ഉണ്ടാവില്ല. മീനുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി കളിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. ഗൈസ്, രാത്രിയൊക്കെ വരുമ്പോ നല്ല പന്നി കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. എന്നിട്ട് അപ്പൊ ഗായ്സ്, ഇത്ര അടുത്തൊക്കെ ഉണ്ട് തെങ്ങ്. നമ്മൾ പോയിട്ട് ഇങ്ങനെ തിരിച്ചാൽ മതി. പക്ഷെ നമ്മുടെ പാടം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തിരിക്കില്ല. ഇങ്ങനെ ചെയ്യാൻ പാടില്ലാരും. ഇവിടെ നമ്മുടെ നാട്ടിൽ ഇഞ്ചിയൊക്കെ വളർത്തുന്നുണ്ട്.
പണ്ടില്ലേ മീൻ വളർത്തുന്ന കുളത്തുള്ള സ്ഥലത്ത് ഇവിടെയാണ് മറ്റേ മരിച്ചില്ലേ ഒരാളുടെ മകനല്ലേ വീണ്ടും അതൊന്നും ആവശ്യമില്ല. നമുക്ക് പ്രേതവും ദൈവമൊന്നും ഇവിടെ ഇല്ല. അതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. നിഖിൽ ഇടുപ്പിലൊക്കെ ഒരു 5-6 ഏലസൊക്കെ കെട്ടിയിട്ടുണ്ട്. ഒന്നും കെട്ടിയില്ല. അഭിയേട്ടനെ എടുപ്പായിട്ട് അതെ എന്റെ ഇല്ല ഇതാണ് കമ്മ്യൂണിസ്റ്റ് പച്ച. മുറിയായി കഴിഞ്ഞാൽ ചതച്ചിട്ടതിന്റെ ചാറ് വെച്ച് കഴിഞ്ഞാൽ അത് മിനിറ്റുകളുടെ ഉള്ളിൽ ഉണങ്ങുന്നതായിരിക്കും. അതെ, മുറി ഉണങ്ങുന്നതാണ്, വേദന കമ്മിയാവും. കമ്മ്യൂണിസ്റ്റ് പച്ച. സുഹൃത്തുക്കളെ, നമ്മൾ ഒരുപാട് ദൂരം അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോയാൽ മുനിപ്പിഞ്ചാൻ ഫസ്റ്റ് ഒക്കെ ഇവിടെ ആൾക്കാർ വിറകൊക്കെ എടുക്കാൻ വരും. തെങ്ങ്, തേങ്ങ മറ്റയൊക്കെ എടുക്കാൻ വരും. താഴെ വീണത് മാത്രം താഴെ വീണ തന്നെ. പക്ഷെ ഇപ്പോഴൊന്നും ആരും അങ്ങനെ വരുന്നില്ല. അയ്യേ, അത് വെറും തോന്നലാണ്. എല്ലാവരും വരുന്നുണ്ട്. എന്നാലും അത്ര അധികം ആൾക്കാരില്ല. ഇവിടെ താഴെ കുറെ മരിച്ചു എന്നൊക്കെ പറഞ്ഞത് കേട്ടിട്ട്. പക്ഷെ അത് സംഭവം നടന്നിട്ട് വർഷങ്ങളോളമായി. അതെ, നമ്മളെത്ര കുറെ ആയി. നമ്മുടെ ബാക്കിൽ ടോമി വരുന്നുണ്ട്. പന്നി ശല്യം കൂടുതൽ നമ്മൾ പന്നി വരാണ്ടേക്ക് നമ്മൾ കത്തിക്കുക അല്ലേ? ഇതാ അവിടെയൊക്കെ ഓരോ തോരണൊക്കെ തൂക്കിണ്ട്. കാണാൻ പറ്റുമോന്ന് അറിയില്ല. ഇതൊക്കെ പന്നി ഒക്കെ വരാൻ തടയുമല്ലേ? പന്നി വന്നാൽ ഇതിന്റെ റിഫ്ലക്റ്റിങ് അടിച്ചിട്ട് സൗണ്ട് കേട്ടിട്ട് പന്നി എല്ലാം ആണ്. പക്ഷെ വരുമ്പോ അവിടെ കുറെ മറ്റേത് പിന്നു പോയി. ഇപ്പോ ഏക്കർ ഉണ്ടാവും. ഇതെത്ര സെന്റുണ്ടോ? ഇതാ ഈ ഒരു ഇഞ്ചിക്കാട് 1 ഏക്കറുണ്ട്. 1 ഏക്കർ ഉണ്ടാവും. ഒരേക്കർ ഉണ്ടാവോ? അതെ, 1 ഏക്കറുണ്ട്. അവിടെ ഇഞ്ചി കാണുന്ന പോലെ നല്ല പ്രോഫിറ്റ് തരും. തോന്നുന്നില്ല. പിന്നെ 60-70 സെന്റ്. 60-70 സെന്റാ? എത്ര സെന്റ്? ഈ ഒരു പോർഷന് 10-15 സെന്റ് 20 സെന്റ് വരും. ഈ നമ്മുടെ വീട് നിൽക്കുന്നത് 10 സെന്റിലാണ്. നമ്മുടെ ആട്ടന്മാര് പേടിച്ചിട്ട് കുറച്ച് മിച്ചറൊക്കെ ഇവിടെ ഇട്ട് പോയിട്ട് കൂടുതലാണ്, വിശ്വാസം കൂടുതലാണ്. അതെ, നമ്മൾക്ക് ഇതിനൊന്നും പേടിക്കാം. മിച്ചർ കളയണ്ട പറയുന്നത്. ഇത് അത്യാവശ്യം നല്ല ആഴമുള്ള കിണറാണ്. ഇതാണ് ചമ്പക്കിണറല്ലേ? മറ്റേ ചേരുമ്പഴം കിട്ടുന്നത് എവിടെയാണ് വീട്ട? അത് ഇവിടെ തന്നെ. ഓ, ഐ സി. ഇതാണ് മുള്ളിച്ചീര അല്ലേ? മുള്ളിച്ചീര, കുപ്പച്ചീര പറയും. കറി വെക്കാനുള്ളതാണ്. ഇത് ഫുള്ള് ചീരയാണ് ഗൈസ്. എല്ലാം മുള്ളിച്ചീരയാണ്. ചുവപ്പ് ചീരയില്ല. ചുവപ്പ് ചീര നാടനല്ല, ഹൈബ്രിഡ് ആണ്. നാടൻ ചീരയാണ്. ചീര അത് ചുക്കുട്ടി ചീര എന്താ പറയില്ലേ? അത് വേറെ. ഫിറോസിക്കന്റെ കയ്യിലുള്ളത് എന്ത് ചീരയാണ്? ചീരന്റെ എല്ലാ ഹെഡ് വന്നിട്ട് ചായ മനുഷ്യൻ ചീര എന്നാണ് അല്ലേ? അതെ അതെ, മെക്സിക്കൻ ചീര എന്നും പറയുന്നത്. നമ്മൾ വഴിയൊക്കെ വെട്ടിട്ടാണ് പോണത്. വഴി വെട്ടി വന്നതാ. ഇവരെല്ലാരും ഇങ്ങനെ പോവും. നമ്മൾ ഇപ്പുറത്ത് വന്ന് സ്മാർട്ട് വർക്കൗട്ട് ചെയ്യും. ദിസ് ഈസ് ശംഖുപുഷ്പം. ഇത് പല ഉപയോഗങ്ങളുണ്ട് ഈ സാധനത്തിന്. എന്താ ഉപയോഗം? കൂടുതലായിട്ടും പെൺകുട്ടികൾക്ക് മെൻസസ് ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റിയൊരു അതാണല്ലേ സംഭവമാണ്. വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ മതി. പിന്നെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതാണ് തൊട്ടാവാടി. നരമ്പുപരമായിട്ടുള്ള രോഗങ്ങൾക്കെല്ലാം ആയുർവേദ ചികിത്സയിൽ തൊട്ടാവാടിക്ക് പ്രാധാന്യം കൂടുതലാണ്. അതെ അതെ, താഴെ നമ്മുടെ അച്ഛനും പഴയുള്ളവർക്ക്. അപ്പോ ആരെങ്കിലും പാലക്കാട് വന്ന് ഞങ്ങളുടെ ഗ്രാമങ്ങളൊക്കെ ചുറ്റി കാണണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞങ്ങളും നമ്മുടെ ഏട്ടനും ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാ ഗൈഡുമായിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ആയുർവേദ മെഡിസിൻ ഉള്ള സാധനമാണ്. ഓ സോറി. മൂലക്കുരു, വയർ സംബന്ധമായ രോഗങ്ങൾക്കെല്ലാം ഇതൊക്കെ എവിടുന്ന് പഠിച്ചെന്ന് ചോദിച്ചിട്ട് നിങ്ങള്? ജനറൽ നോളേജ്. അച്ഛനില്ലാത്തതാണ്, നിങ്ങൾക്ക് നമുക്കില്ലാത്തതാണ്. എല്ലാ സസ്യങ്ങളും ആയുർവേദപരമായിട്ടുള്ള ഓരോ ഉപയോഗങ്ങളുണ്ട്. ഉപയോഗിക്കേണ്ട വിധത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആയുർവേദം. അളവിൽ കൂടിയ അമൃതവും വിഷം. ഫുള്ള് ആയുർവേദികമായിട്ടുമുള്ള ചെടികളാണ്. അതേപോലെ വിഷച്ചെടികളും ഉണ്ട്. വിഷച്ചെടികളുണ്ട്. ഇവിടെ ആൾക്കാരൊന്നും അങ്ങനെ വരാറില്ല. അതാണ് എലിക്കിന്റെ ചെടിയാണ്. അതെന്ത് ചെടിയാണ്? ഇത് കാൽവാദം, കുതിവാദം,
എന്നുള്ള ആവശ്യങ്ങൾക്ക് ഇത് യൂസ് ചെയ്യും. അതേപോലെ തന്നെ ഗണപതിക്ക് ഇതിന്റെ പൂവിന് മാലയായിട്ട് തേളിന്റെ മുട്ടയാണ് പറയുന്നത്. ചെലന്തിന്റെ മുട്ടയാണ്. പന്നി വന്ന് അടയാളമാണ് ഇതൊക്കെ. പന്നി വന്ന് കൃഷി ചെയ്തിട്ട് പോയിരിക്കുന്നു ഇവിടെ. കളച്ചിട്ട് പോയി. ഗൈസ് വേണോ? നമ്മ എടുക്കുന്നില്ല. ബൈ. അപ്പോൾ ആരും മരവും കൃഷികളൊന്നും നശിപ്പിക്കാതിരിക്കുക. മരം ഒരു വരമാണ്. നമ്മളിതിപ്പോ ഇളനീര് വെട്ടി കുടിക്കില്ല. നമ്മള് ഇങ്ങനെ നാരുണ്ട് ശാസ്ത്രപരമായിട്ട് ഇങ്ങനെ കയറാക്കിയിട്ട് ഇങ്ങനെ പിടിക്കും. ദിസ് ഈസ് എ കംഫർട്ടബിൾ. ചെറിയ രീതിയിൽ മരവണെങ്കിൽ ഇളന്നിട്ട് അല്ല, നമുക്ക് അക്ക് ബുക്ക് ജൂട്ട് 5 രൂപ നോട്ട് പെട്ടിയിലിട്ട് പൂട്ടിട്ട് അച്ഛൻ നീ കേറുന്ന അത് അബിയേട്ടൻ കയറാൻ പോണു. അബിയുടെ ഒന്ന് ട്രൈ ചെയ്യും. പറ്റൂ നോക്കാം നമുക്ക്. ചെരുപ്പൂര് ആ ഈ തെങ്ങ് പിന്നെയും ചെറുതാണ്. അത്യാവശ്യം ഇളനീരുകളുണ്ട്. അബേടാ ഇത് കുറച്ച് നോക്കിത്താ. അച്ചുവാണ് തെങ്ങ് കയറാനുള്ള പ്ലാനിൽ. എല്ലാരും അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. അബേടാ കുറച്ച് നോക്ക്. പ്രാക്ടീസ്. ഇതാണ് ഇളനീര് കളിക്കാൻ പോണ സെറ്റപ്പ്. മാർപിടി മട്ടി പിടിക്കാത്തറാ. മട്ടി പിടിച്ച് കുലുക്ക. സൂപ്പറാ. ഒന്ന് അതുക്കിട്. കൊലയോടെ വീഴ്ത്തി. നല്ല ഉറുമ്പുണ്ട്. ഓ ഫൈനലി വി ഗോട്ട് ഇറ്റ്. 7 ടെൻഡർ കോക്കനട്ട്. ഓ 2 ഇളനീര് തേങ്ങയാണല്ലേ. നോക്കൂ. വാള കൊണ്ടുവന്നു. കൊടുവാളല്ല ഇത് കൊടുവാളല്ല, അരിവാൾ. ഇവിടെ ഇളനീരിന് വേദനിക്കാൻ വേണ്ടി വെക്കണം. നമ്മുടെ കയ്യിൽ വാളാണുള്ളത്. കൊടുവാളാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് എടുക്കായിരുന്നല്ലേ. ഒക്കെ കൈ വെച്ചാണ് വന്നു. അബേടാ അങ്ങനെ വെട്ടണ്ട. അങ്ങനെ മൂർച്ചയുണ്ട് കൈ തളിട്ടും. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇത് വെച്ച് പൊട്ടിച്ചിട്ട് കുത്തും. കറക്റ്റ് നമ്മളൊരു അവിടെ സൂചി പോലെ ആക്കിയിട്ടുണ്ട്. മറ്റേ അത് കുത്തി ഇറക്കാൻ. ഇതിന്റെ സെറ്റപ്പ് കറക്റ്റ് കുത്തുക. പതുക്കെ അതോടെ ഒരെണ്ണം റെഡി ആയി കഴിഞ്ഞു. ഇനി ഒരെണ്ണം ഇവിടെ പ്രോസസ്സിങ് ആണ്. അതെല്ലാരും ഇവിടെ ക്യൂ നിൽക്കണം ഓരോ ഇളനീര് ഓടിച്ചിട്ട്. നമ്മുടെ ഏട്ടൻ ഇവിടെ ഹാർഡ് വർക്കിംഗ് ആണ്. റെഡി ആയിട്ടുണ്ട്. ഏതാ ബ്യൂട്ടി. എന്താ അഭിപ്രായം? ഗ്ലൂക്കോസ് വെള്ളം, നാച്ചുറൽ ഗ്ലൂക്കോസ്. രണ്ടെണ്ണം ഉണ്ട്. എനിക്കൊന്ന് അച്ഛനൊന്ന്. കുടിച്ചോ. നീ കുടിച്ചടാ. ഗായ്സ് വെള്ളം കഴിയണില്ല. അത്രയുണ്ട്. മതിയായി. സൂപ്പറുണ്ട്. നീ കൊടുത്തോ. എവിടെ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു. ഇതൊക്കെ തേങ്ങയാണ്. ഇവിടെ ഇട്ട് പോകാൻ പറ്റില്ല. ഇതിലൊന്നുമേ ഇല്ല. ഇതിനകത്തൊന്നും ഇല്ലല്ലോ. കലാസ്. ഹൗ ഇസ് ഇറ്റ് ബ്രോ? സൂപ്പർ. ഇതിന്റെ പണി എന്താന്ന് വെച്ചാ ഇത് വെട്ടിപ്പൊളിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള തേങ്ങ ചൊരണ്ടി കഴിക്കാം. പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇരുട്ടായി തുടങ്ങി. അപ്പൊ നമ്മൾ ഇത് വീട്ടിലേക്ക് പോവാണ്. ഗൈസ് നമ്മൾ ഫൈനലി വീടെത്തിണ്ട്. ഇനി തേങ്ങയൊക്കെ ഒന്ന് ഇളനീരൊക്കെ ഒന്ന് വെട്ടി പൊളിച്ചിട്ട് കഴിക്കാം. അതിൽ ഇളനീര് തേങ്ങ സൂപ്പർ ഉണ്ടാവും. സൈഡ് അയ്യോ
എല്ലാ തേയിലും വെട്ടിയിട്ട് കൊണ്ടുപോകും. നമ്മ തേങ്ങയൊക്കെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതില്. ഇനി അടുത്തത് ഓരോന്നായിട്ട് ചെത്തിയിട്ട് അറിയുക. നമ്മള് ഏകദേശം തേങ്ങ പൊളിക്കഴിഞ്ഞു. ഇനി കുറച്ച് ബാക്കിയുണ്ട്. നമ്മ ഇനി ഇത് കഴിക്ക. അത്യാവശ്യം അതിന് കൊള്ളാം. ഇളം മൂപ്പ് തേങ്ങയാണ് കഴിക്കേണ്ടത്. അതാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് കൊള്ളാം. ഇതിൻ്റെ കൂടെ വെല്ലം ഇട്ട് കഴിച്ചു നോക്കാം. വെല്ലം വേണം ചോദിച്ചിട്ടുണ്ട്. വെല്ലം കുറച്ചിട്ട് നോക്കാം. കഴിക്കേണ്ടി വെച്ചാ ആദ്യം വായില് എന്താ ഇതൊരു തേങ്ങ എടുക്കുക. തക്കൂട് കോമഡി തന്നെയല്ലേ. എന്നിട്ട് ഇതിങ്ങനെ എടുക്കുക. 2 പീസ് വെല്ലം താഴെ പോയി. ആയുധം വെച്ചിട്ടുള്ള കളിയാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യുക. നമ്മൾ കത്തിയൊന്നും എടുക്കാത്തതുകൊണ്ട് നമുക്ക് പരിചയമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. സംഭവം വെല്ലവും മധുരവും ഇതൊക്കെ കൂടി ആയിട്ട് സംഭവം കുഴപ്പമില്ല. പണ്ട് കാലത്തൊക്കെ ഇതൊക്കെയാണ് സ്നാക്സ് ആയിട്ട് കഴിക്കുക. വെല്ലവും തേങ്ങ ഇളനീരൊക്കെ ആയിട്ട്. അതൊക്കെയാണ് പണ്ടത്തെ സ്നാക്സ് ഫുഡ് കാര്യങ്ങളൊക്കെ അല്ലേ. അതെ, നല്ല ടേസ്റ്റും ഉണ്ട്. നീ ഇപ്പൊ പൂക്കിയത് ഒന്ന് വരെ വരെ ഇങ്ങനെ ഇങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ പഠിച്ചാണ്. പിന്നെ പോടാ അതോട്ട് എങ്ങനെ അതോട്ട് എങ്ങനെയുണ്ട്? അപ്പൊ ഗൈസ് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീടെത്തി തേങ്ങയൊക്കെ കഴിച്ചു കഴിഞ്ഞു ഏകദേശം. അപ്പൊ നിങ്ങൾക്ക് ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്താണ് താക്കൂട്ടൊന്നും പറയണ്ട. എനിക്ക് വീഡിയോ സൂപ്പർ ആയിരുന്നു. അപ്പൊ അത്ര തന്നെ. അത്ര തന്നെ.